നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്ന് മടങ്ങിപ്പോയിട്ടും ചർച്ചകൾ അവസാനിക്കുന്നില്ല. അതിന് കാരണമുണ്ട്. അതായത് വലിയ ഓളവും ബഹളവും ഞെട്ടിക്കലുമൊക്കെ സമ്മാനിച്ചിട്ടാണ് മോദി വന്ന് മടങ്ങിയത്. ഞെട്ടിക്കൽ എന്ന് പറയുമ്പോൾ ഒന്നൊന്നര ഞെട്ടിക്കലൊക്കെ ആയിപ്പോയി. അതായത് BJP-ക്കാർ പോലും അങ്ങ് ഞെട്ടിപ്പോയി മോദിയുടെ ചില ഇടപെടലുകൾ കണ്ടപ്പോൾ. നമ്മൾ അതിൻ്റെ ചില വീഡിയോകളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ഒരു കുട്ടിയെ മോദി തനിക്ക് അരികിലേക്ക് വിളിക്കുന്നതും അവനോട് സംസാരിക്കുന്നതും അതൊക്കെ നമ്മൾ കണ്ടു. അതിനൊക്കെ അപ്പുറത്തേക്ക് മറ്റൊരു വീഡിയോ ഇപ്പോൾ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചത് വലിയ ആവേശത്തോടെയായിരുന്നു BJP-ക്കാർ അതിനെ സ്വീകരിച്ചതും. മോദി വരുമ്പോൾ അതൊരു സമ്മാനമായി കൊടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയുമായിരുന്നു തിരുവനന്തപുരത്തെ BJP-ക്കാർ. അത് ശരിക്കും ഒരു സമ്മാനം മോദിയാണ് തിരിച്ചവർക്ക് കൊടുത്തതെന്ന് വേണം പറയാൻ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കോർപ്പറേഷൻ്റെ ഡെപ്യൂട്ടി മേയർ ആശാനാഥ് അങ്ങ് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് ഇപ്പോഴും. അവർക്ക് ആ ഞെട്ടൽ ഇതുവരെ മാറിയിട്ടില്ല. അതായത് മോദിയിൽ നിന്നുണ്ടായ ഒരു അനുഭവം, ഇയാൾ ഇതെന്തോന്ന് മനുഷ്യനാണ് എന്ന് എല്ലാവർക്കും ഒന്ന് തോന്നിപ്പോയി ആ ഒരു നിമിഷത്തിൽ. കാരണം മോദിയെ കണ്ടതും സന്തോഷം കൊണ്ട് ബഹുമാനം കൊണ്ടൊക്കെ കാല് തൊട്ട് വന്ദിക്കാൻ ആശാനാഥ് കുനിഞ്ഞപ്പോൾ തൊട്ടടുത്ത സെക്കൻഡിൽ ആശാനാഥിൻ്റെ കാൽക്കൽ വീണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇത് വേദിയിൽ വലിയൊരു ഞെട്ടലുണ്ടാക്കി. കുറച്ചു നേരത്തേക്ക് വേദി ഒന്ന് നിശബ്ദമായി പോയി. പിന്നീട് വലിയ കരഘോഷം, സന്തോഷം, ആർപ്പുവിളിയൊക്കെ ആയിരുന്നു വേദിയിലും സദസ്സിലുമൊക്കെ ഉണ്ടായിരുന്നത്. എല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഒന്ന് സ്തബ്ധരായിപ്പോയി. കാരണം രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങ് കേരളത്തിൽ വന്ന് ഒരു കോർപ്പറേഷൻ്റെ ഡെപ്യൂട്ടി മേയറുടെ കാലിൽ തൊടുന്നു. ശരിക്കും ആ ഒരു പദവിയെ അല്ല നരേന്ദ്രമോദി ബഹുമാനിച്ചത്, അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു സ്ത്രീയെ ബഹുമാനിച്ചതാണ് എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ BJP-ക്കാർ ഇതിനെ ഉയർത്തി കാണിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുത്തതിന് പിന്നാലെ തലസ്ഥാന നഗരിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശോജ്ജലമായ സ്വീകരണമാണ് BJP ഒരുക്കിയത്. മഹിഷി നിഗ്രഹനായ ധർമ്മശാസ്താവിൻ്റെ വിഗ്രഹം നൽകിക്കൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയെ BJP വേദിയിൽ സ്വീകരിച്ചത്. ചരിത്ര വിജയം നേടിയ തിരുവനന്തപുരത്തെ BJP പ്രവർത്തകർക്ക് ആവേശം നൽകുന്ന കാഴ്ചകളായിരുന്നു തലസ്ഥാന നഗരി സാക്ഷ്യം വഹിച്ചത്. പുത്തരിക്കണ്ടം മൈതാനത്തെ ഔദ്യോഗിക പരിപാടിയിൽ വേദിയുടെ അരികിലായിരുന്നു മേയർ VV രാജേഷിന്റെ ഇരിപ്പിടം. മുഖ്യമന്ത്രിയും ഗവർണറും അടക്കം നിറഞ്ഞ വേദിയിൽ മേയറെ നേരിട്ട് വന്ന് കൈകൊടുക്കാൻ പ്രധാനമന്ത്രിക്ക് സമയം കിട്ടിയില്ല. എന്നാൽ തന്റെ പ്രസംഗത്തിൽ മോദി തിരുവനന്തപുരം മേയറെ കുറിച്ച് പറഞ്ഞത് ശ്രദ്ധേയമായിരുന്നു. തിരുവനന്തപുരത്തിന്റെ അഭിമാനം, എൻ്റെ പഴയകാല സുഹൃത്ത് VV രാജേഷ്. തിരുവനന്തപുരം മേയറെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായി പൊതുവേദിയിൽ വിശേഷിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു. യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റായിരുന്ന VV രാജേഷ് തിരുവനന്തപുരത്ത് BJP-യുടെ ജില്ലാ പ്രസിഡന്റായിരുന്നു. ഇതെല്ലാം മനസ്സിൽ വെച്ചായിരുന്നു സുഹൃത്ത് പരാമർശം. വേദിയിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ഉണ്ടായിരുന്നു. കൂടെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും. മേയർ VV രാജേഷിന്റെ തോളിൽ തട്ടി സംസാരിച്ചാണ് മോദി വേദിയിൽ നിന്നും പുറത്തേക്ക് പോയത്. രാജേഷുമായി ആശയവിനിമയവും നടത്തി. ഇന്ന് മേയറുടെ ദിനം എന്നായിരുന്നു VV രാജേഷിനെ പ്രധാനമന്ത്രി ആശ്ലേഷിക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ട് K സുരേന്ദ്രൻ കുറിച്ചത്. പിന്നീട് നേരെ പോയത് BJP പരിപാടിയിലേക്കായിരുന്നു. അവിടെ വെച്ച് വാരിപ്പുണർന്നും തോളിൽ തട്ടിയുമാണ് പ്രധാനമന്ത്രി VV രാജേഷിനെ അഭിനന്ദിച്ചത്. ഡെപ്യൂട്ടി മേയർ ആശാനാഥ് ആകട്ടെ നിറ കണ്ണുകളോടെ പ്രധാനമന്ത്രിയുടെ കാൽ തൊട്ട് വണങ്ങുകയും ചെയ്തു. എന്നാൽ ചടങ്ങിൽ എല്ലാവരെയും ഞെട്ടിച്ചത് ഡെപ്യൂട്ടി മേയർ ആശാനാഥിനോട് പ്രധാനമന്ത്രി കാണിച്ച ആദരവാണ്. കാൽ തൊട്ട് വന്ദിക്കാനെത്തിയ ഡെപ്യൂട്ടി മേയർ ആശാനാഥിന്റെ പാദം വന്ദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നടപടി കണ്ടുനിന്നവരെയെല്ലാം അമ്പരപ്പിച്ചു. മോദി നടത്തിയ ഒരു അപ്രതീക്ഷിത നീക്കം ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലും ചർച്ചയായി മാറുകയാണ്. ചടങ്ങിൽ എല്ലാവരെയും ഞെട്ടിച്ചത് ആശാനാഥിനോട് പ്രധാനമന്ത്രി കാണിച്ച ഈ ആദരവ് തന്നെയാണ്. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ത്രീകളെ എത്രത്തോളം ബഹുമാനിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഈ കാഴ്ചയെന്ന് ആശാനാഥ് പ്രതികരിച്ചു. തനിക്ക് വലിയ ആരാധനയുള്ള വ്യക്തിയായ പ്രധാനമന്ത്രിയെ ഒന്ന് തൊട്ട് വന്ദിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചു കാണിച്ച ആദരവ് കണ്ട് കണ്ണു നിറഞ്ഞുപോയി എന്നും ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത നിമിഷമാണിതെന്നും അവർ വ്യക്തമാക്കി. വെറുമൊരു പ്രധാനമന്ത്രി എന്നതിലുപരി ഒരു സാധാരണ നേതാവിനെ പോലെ എല്ലാവരെയും ചേർത്ത് പിടിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. തിരുവനന്തപുരത്തിന്റെ സമഗ്ര വികസനത്തിന് കൂടെ ഉണ്ടാകുമെന്ന വലിയ ഉറപ്പാണ് അദ്ദേഹം നൽകിയത്. മാലിന്യ പ്രശ്നം, തെരുവ് വിളക്കുകൾ, സ്ത്രീ സുരക്ഷ തുടങ്ങിയ നഗരത്തിന്റെ എല്ലാ പ്രശ്നങ്ങളിലും കൃത്യമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. നഗരസഭയുടെ വരാനിരിക്കുന്ന ബജറ്റിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളിക്കാനുള്ള ആത്മവിശ്വാസം ഈ കൂടിക്കാഴ്ച നൽകിയതായും ആശാനാഥ് പ്രതികരിച്ചു. പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ നഗരപിതാവ് VV രാജേഷ് സംസാരിച്ചിരുന്നു.
കഴിഞ്ഞ 11 വർഷമായി രാജ്യം കണ്ട വികസന കുതിപ്പ് തിരുവനന്തപുരത്ത് നടപ്പിലാക്കും എന്ന് ഉറപ്പാണെന്ന് അദ്ദേഹം ഒരു ഉറപ്പാണ് നൽകിയത്. 4 പതിറ്റാണ്ട് കാലത്തെ പോരാട്ടത്തിനൊടുവിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അധികാരം പിടിച്ചെടുത്തത് പാർട്ടി പ്രവർത്തകർക്ക് വലിയ ആവേശമാണ് നൽകിയിരിക്കുന്നത്. ഇതിനിടയിൽ മോദി ഒരു വലിയ ഓളമൊക്കെ ഉണ്ടാക്കി പോയതിൻ്റെ ഇടയിൽ ഒരു കുത്തിത്തിരിപ്പിന് വേണ്ടി ഇപ്പോൾ മന്ത്രി ശിവൻകുട്ടി രംഗത്തേക്ക് വന്നു. ശിവൻകുട്ടി ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമാനത്താവളത്തിൽ സ്വീകരിക്കാൻ മേയർ VV രാജേഷിന് അവസരം നൽകാതിരുന്നതിനെതിരെ രൂക്ഷ വിമർശനമായിരുന്നു മന്ത്രി ശിവൻകുട്ടി നടത്തിയത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം മേയറെ സ്വീകരണ ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയ നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് ശിവൻകുട്ടി പ്രതികരിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം BJP പിടിച്ചാൽ ഔദ്യോഗിക വസ്ത്രമണിഞ്ഞ് മേയർ പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ സ്വീകരിക്കുമെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ വ്യാപകമായി പ്രചരിപ്പിച്ചത്. എന്നാൽ പ്രധാനമന്ത്രി എത്തിയപ്പോൾ നഗരത്തിന്റെ പ്രഥമ പൗരനായ മേയർക്ക് ആ പട്ടികയിൽ ഇടമില്ല. ഇത് തിരുവനന്തപുരത്തെ ജനങ്ങളെയും ഫെഡറൽ മര്യാദകളെയും അപമാനിക്കുന്നതിന് തുല്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വിശദീകരണങ്ങൾ ഒന്നും തന്നെ മുഖവിലേക്കെടുക്കാൻ കഴിയില്ല. BJPയിലെ ഗ്രൂപ്പിസമാണോ മേയറെ ഒഴിവാക്കുന്നതിന് പിന്നിലെന്നും അതോ VV രാജേഷ് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ മാത്രം സ്റ്റാറ്റസ് ഇല്ലാത്ത മേയറാണോ എന്നും ശിവൻകുട്ടി ചോദിച്ചു. 45 ദിവസത്തിനകം പ്രധാനമന്ത്രി നേരിട്ടെത്തി വികസന ബ്ലൂ പ്രിന്റ് പ്രഖ്യാപിക്കുമെന്നായിരുന്നു BJP നേതാക്കളുടെ അവകാശവാദം. എവിടെ ബ്ലൂ പ്രിന്റ്? തെരഞ്ഞെടുപ്പ് കാലത്തെ വാഗ്ദാനങ്ങൾ പാലിക്കാൻ ബാധ്യതയില്ല എന്ന നിലപാട് BJP ആവർത്തിക്കുകയാണെന്നും ശിവൻകുട്ടി പരിഹസിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.